പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് സ്തുതി. നാം എല്ലാവരുടെ മേലും അവിടുത്തെ കരുണയും മനസ്സലിവും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. മാർത്തയും മറിയയും അവരുടെ ജീവിതത്തിൽ അവരുടെ ബ്രദർ മരിച്ചുപോയി. വലിയ ദുഃഖമായി, വലിയ സങ്കടമായി. അപ്പോ മാർത്ത യേശു കർത്താവ് വന്നപ്പോ യേശുവിനോട് എന്ന് പറയുന്നത്, ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അപ്പോൾ യേശു എന്ത് ചെയ്തു? മാർത്തയെ കണ്ട് അവിടെ സ്റ്റോപ്പ് ചെയ്തു, നിന്നു. ആ ഗ്രാമത്തിന്റെ പടിവാതിക്കൽ യേശു നിൽക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മറിയ ഈ വിവരം അറിഞ്ഞുകൊണ്ട് അവിടെ തന്നെ ചെന്നു. മാർത്ത യേശുവിനെ മീറ്റ് ചെയ്ത് അതേ സ്ഥലത്ത് മറിയ യേശുവിനെ മീറ്റ് ചെയ്യുകയാണ്. മാർത്ത പറഞ്ഞ അതേ വാചകമാണ് മറിയം പറയുന്നത്. മറിയ പറയാണ്, ഗുരു, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. പക്ഷെ മാർത്തയും മറിയം പറഞ്ഞതിന് വലിയ വ്യത്യാസമുണ്ട്. സെയിം വാചകമാണ്, പക്ഷെ മാർത്ത നിന്നുകൊണ്ടാണ് പറഞ്ഞത്, മറിയ അവന്റെ കാൽക്കൽ വീണുകൊണ്ടാണ് പറഞ്ഞത്. ദാറ്റ്സ് ദ ഡിഫറൻസ്. കാരണം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഇല്ലാതെ. അപ്പം സീക്രട്ട് ലൈഫിൽ ക്രിസ്തുവിന്റെ പാദത്തിങ്കൽ ഇരുന്ന് പരിശീലിച്ചിട്ടുള്ളവർ, പീസ്ഫുൾ ടൈമിൽ, നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത സമയത്ത് ക്രിസ്തുവിന്റെ പാദത്തിങ്കൽ ഇരുന്ന് പരിശീലിച്ചിട്ടുള്ള ഒരു വ്യക്തിക്ക് പ്രയാസങ്ങളും പ്രശ്നങ്ങളും വരുമ്പോൾ പബ്ലിക്കായിട്ടും ആ പാദത്തിങ്കിൽ ഇരിക്കാൻ പ്രയാസം വരത്തില്ല. അതാണ് നമ്മൾ മറിയയിൽ കാണുന്നത്. മറിയയെ സംബന്ധിച്ച് നമ്മൾ 3 പ്രാവശ്യമാണ് മറിയയെ തിരുവെഴുത്തിൽ കാണുന്നത്. ഈ 3 സന്ദർഭത്തിലും നമ്മൾ യേശുവിന്റെ കാൽക്കലാണ് മറിയെ കാണുന്നത്. ഒന്നാമത് യേശുവിന്റെ കാൽക്കൽ ഇരുന്ന് തിരുവെഴുത്ത് വചനം പഠിക്കുന്നതായിട്ട്, പ്രസംഗം കേൾക്കുന്നതായിട്ട്, കർത്താവിന്റെ ബൈബിൾ ക്ലാസ് അറ്റൻഡ് ചെയ്യുക കാൽപാദത്തിലാണ്. രണ്ടാമത് നമ്മൾ കാണുന്നത് തന്റെ സഹോദരൻ മരിച്ചപ്പോൾ യേശുവിന്റെ കാൽപാദത്തിൽ ഇരിക്കുക. മൂന്നാമത് നമ്മൾ കാണുന്നത് യേശുവിന്റെ കാൽപാദത്തിൽ അവന്റെ കാലിൽ തലമുടി കൊണ്ട് അവന്റെ കാലിനെ തുടർത്തി അവൾ യേശുവിന്റെ കാലിൽ തൈലം പൂശുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. 3 പ്രാവശ്യവും കാൽപാദത്തിലായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മുടെ പ്രൈവറ്റ് ലൈഫിനെ ക്രമീകരിക്കുകയാണ്. പ്രൈവറ്റ് ലൈഫിൽ ആ യേശുവിന്റെ പാദത്തിൽ ഇരുന്നവർക്ക് മാത്രമേ പബ്ലിക്കായിട്ടും അങ്ങനെ ഇരിക്കാൻ പറ്റത്തുള്ളൂ. സോ നമ്മുടെ വർഷിപ്പിൽ ആ 2 ഘടകമുണ്ട്. നമുക്കിപ്പോൾ ഒരു മരമാണെങ്കിൽ മുകളിലോട്ടുള്ള ഭാഗമുണ്ട്, താഴോട്ടുള്ള അൺസീൻ പാർട്ടും ഉണ്ട്. അതുപോലെ നമ്മുടെ സ്പിരിച്വൽ ലൈഫിൽ അൺസീൻ പാർട്ട്, ഒരു റൂട്ട് ഉണ്ടാകട്ടെ. ആ റൂട്ടുള്ള ഒരു ട്രീക്ക് മാത്രമേ ഫ്രൂട്ട്സ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ റൂട്ട്സും ഫ്രൂട്ട്സും പരസ്പരം റിലേറ്റഡ് ആണ്. അതുകൊണ്ട് നമ്മൾ ഫലമുള്ളവരായിരിക്കും എന്ന് യേശു കർത്താവ് പറഞ്ഞു. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ഫലം കായ്ച്ചത് യേശു കർത്താവാണ്. ഞാൻ സാക്ഷാൽ മുന്തിരിവള്ളിയാകുന്നു. അപ്പൊ ആ മുന്തിരിവള്ളിയിൽ നിന്നാണ് സകല മനുഷ്യവർഗത്തെയും പ്രമോദിപ്പിക്കുന്ന ജീവന്റെ ദ്രാക്ഷാരസം പുറപ്പെട്ടത്. അതാ കർത്താവ് പറഞ്ഞു, വാങ്ങി പാനം ചെയ്തു കൊള്ളുവിൻ, അനേകർക്ക് വേണ്ടി ചൊരിയപ്പെടുന്ന പുതിയ ഉടമ്പടിയിൽ എന്റെ രക്തമാകുന്നു. എല്ലാവർക്കും അനേകർക്കും ജീവനും പ്രമോദവുമായി തീരുവാൻ, നമ്മുടെ ക്രിസ്തീയ ജീവിതം അനുഗ്രഹവും ശുഭകരവും ധന്യവുമായി തീരുവാൻ ക്രിസ്തു എന്ന ആ മാതൃകയെ നമ്മൾ പിന്തുടരുക. അവന്റെ മാതൃക പിന്തുടരുവാൻ, അവന്റെ കാൽച്ചുവടുകളിൽ നടക്കുവാൻ അവൻ നമുക്ക് ഒരു മാതൃക വെച്ചിട്ട് പോയി. Christ has left us his footsteps to follow. So he is an example. So we have to follow his footsteps. We have to walk in his footsteps. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, പ്രലോഭനങ്ങൾ വരുമ്പോൾ, ഉത്കണ്ഠകൾ വരുമ്പോൾ, സമ്മർദ്ദങ്ങൾ വരുമ്പോൾ, ഭീഷണികൾ വരുമ്പോൾ, ആകുലതകൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ, വ്യഥകൾ വരുമ്പോൾ, എന്ത് തരത്തിലുള്ള പ്രോബ്ലം ആയാലും ആ പ്രോബ്ലത്തിന്റെ മുമ്പിൽ നിങ്ങൾ വരുമ്പോൾ എന്താ ചെയ്യുന്നത്? യു ഹാവ് ടു ഫോളോ ഹിസ് ഫുട്സ്റ്റെപ്സ്. അതെപ്പോഴാണ്? നമുക്ക് പ്രോബ്ലം ഇല്ലാത്തപ്പോഴാണ് യേശുവിന്റെ മാതൃകയിൽ നമ്മൾ നടക്കേണ്ടത്. അപ്പോൾ പ്രോബ്ലം വരുമ്പോഴാണ് നമുക്ക് ആ സ്ട്രെങ്ത് തെളിയിക്കുന്നത്. ചില ആളുകൾ പറയും സ്റ്റോം സ്ട്രെങ്തൻസ് ട്രീ. അങ്ങനെയല്ല. സ്റ്റോം അല്ല ട്രീയെ സ്ട്രെങ്തൻ ആക്കുന്നത്. ആ സ്റ്റോം എന്ത് ചെയ്യാണ്? സ്റ്റോം ടെസ്റ്റ് ദ സ്ട്രെങ്ത് ഓഫ് ദ ട്രീ ആണ്. സ്റ്റോം വരുമ്പോഴേക്കാണ് ട്രീ എത്ര സ്ട്രെങ്ത് ഉള്ളതാണെന്ന് മനസ്സിലാക്കുന്നത്. നിങ്ങളുടെ സാധാരണ സമയങ്ങളിൽ, ഈ നോർമൽ ലൈഫിൽ യേശുവിന്റെ കാൽച്ചുവടുകളിലൂടെ നടക്കുവാൻ നിങ്ങൾക്കൊരു തീരുമാനം, ഒരു മാതൃകയായി, ഒരു പ്രേരണയായി, ഒരു എൻകറേജ്മെന്റ് ആയി ഈ മോർണിംഗ് മെഡിറ്റേഷൻ തീരുന്നെങ്കിൽ ഞാൻ കൃതാർത്ഥനായി. ഞാൻ ഷിബു പീഡിയക്കൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.